അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിലുള്ള പേപ്പർ 5 ഡെമോഗ്രഫിയിൽ വരുന്നതാണ്. പേപ്പർ 5 ഡെമോഗ്രഫിയിലുള്ള ഡെമോഗ്രഫിക് സൈക്കിളാണ് ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഇത് ചിലർക്ക് ഒരു ഡ്രൈ ആയിട്ടുള്ള ടോപ്പിക് ആയിരിക്കും. അപ്പൊ നമുക്ക് എക്സാമിന് വന്നാലും എന്തായാലും എഴുതണം അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുന്നത് ഡെമോഗ്രഫിക് സൈക്കിളാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇതിൽ നിന്ന് എസ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്ക് ആദ്യം ഒരു നല്ലൊരു ഇൻട്രോ എടുക്കണം അല്ലെ? ഇൻട്രോയിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണമെന്ന് നോക്കാം. ആദ്യം നിങ്ങൾ ഡെമോഗ്രഫി എന്തുവാണെന്ന് എഴുതണം. ഓക്കെ, ഡെമോഗ്രഫി എന്തുവാടാ? ഡെമോഗ്രഫി ഈസ് ദി സയന്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ. ഹ്യൂമൻ പോപ്പുലേഷനെ പറ്റിയുള്ള സയന്റിഫിക് സ്റ്റഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡെമോഗ്രഫി എന്ന് പറയുന്നത് അല്ലേ? ഈ ഡെമോഗ്രഫി ഫോക്കസ് ചെയ്യുന്നത് ഈ 3 ഫാക്ടേഴ്സിനെയാണ്. എന്തൊക്കെയാണ്? ചേഞ്ചസ് ഇൻ പോപ്പുലേഷൻ സൈസ്, കോമ്പോസിഷൻ ഓഫ് പോപ്പുലേഷൻ. കോമ്പോസിഷൻ ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് എന്തുവാടാ? ഇപ്പം മെയില്, ഫീമെയില്, അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ഓൾഡ്, യങ്, ഇതിനാണ് നമ്മൾ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ അടുത്തത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ ഇൻ സ്പേസ്. ഈ 3 കാര്യങ്ങളെയാണ് നമ്മുടെ ഡെമോഗ്രഫി ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ. അടുത്തത് പറയുന്നത് ഡെമോഗ്രഫിക് സൈക്കിൾ. നമ്മൾ ടോപ്പിക് എന്ന് പറയുന്നത് എന്തുവാടാ? ഡെമോഗ്രഫിക് സൈക്കിൾ ആയിരുന്നല്ലേ? ഈ ഡെമോഗ്രഫിക് സൈക്കിളിന്റെ വേറെ പേരാണ് ഡെമോഗ്രഫിക് സ്റ്റേജസ്, അല്ലെങ്കിൽ സ്റ്റേജസ് ഓഫ് ഡെമോഗ്രഫി, അല്ലെങ്കിൽ ഡെമോഗ്രഫിക് ട്രാൻസിഷൻ. ഈ 3 പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ. നമ്മുടെ ഡെമോഗ്രഫിക്ക് മൊത്തത്തില് 5 സ്റ്റേജസ് ആണ് ഉള്ളത്. എത്ര സ്റ്റേജാടാ? 5 സ്റ്റേജസ് ആണ് ഉള്ളത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഹൈ സ്റ്റേഷനറി. ഓക്കെ. നിങ്ങൾ ഇങ്ങനെ പഠിക്കുമ്പോഴത്തേക്ക് ആദ്യം വരുന്നത് സ്റ്റേഷനറി, ഇടയ്ക്ക് വരുന്നത് എക്സ്പാൻഡിങ് ആണെന്ന് ഓർത്തു വെക്കാം. ഓക്കെ. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഹൈ സ്റ്റേഷനറി, സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഏർലി എക്സ്പാൻഡിങ്, തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ലേറ്റ് എക്സ്പാൻഡിങ്, ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് ലോ സ്റ്റേഷനറി, ഫിഫ്ത്ത് സ്റ്റേജ് നമുക്കറിയാം ഡിക്ലൈനിങ് ആണെന്ന്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇത് പഠിക്കാനായിട്ട് പാടുണ്ടെങ്കിൽ ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്ന കോഡ് എന്ന് പറയുന്നത് ഹൈ, ഏർലി, ലേറ്റ്, ലോ. ഇങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റുന്നവർ ഓർത്ത് വെക്കുക. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റുവാണെങ്കിൽ, ഓർത്ത് വെക്കാൻ പറ്റുവാണെങ്കിൽ ഇങ്ങനെ തന്നെ ഓർത്ത് വെക്കാം. ഓക്കെ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഏതാണ്? ഹൈ സ്റ്റേഷനറി, സെക്കൻഡ് സ്റ്റേജ് ഏർലി എക്സ്പാൻഡിങ്, തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ലേറ്റ് എക്സ്പാൻഡിങ്, ഫോർത്ത് സ്റ്റേജ് ലോ സ്റ്റേഷനറി, ഫിഫ്ത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് ഡിക്ലൈനിങ്. അപ്പം ഇത് 5 സ്റ്റേജ് ആണ് നമുക്ക് ഡെമോഗ്രഫിക് സൈക്കിളിൽ പറയാനായിട്ടുള്ളത്. ഓക്കെ. നിങ്ങൾ ഇതിനകത്ത് കണ്ടന്റിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു പേപ്പറും പേനയും എടുത്ത് വെച്ചിട്ട് ഈ ഗ്രാഫ് ഒന്ന് വരയ്ക്കാനായിട്ട് ശ്രമിക്കുക, കൂടെ വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. മേളിൽ വരയ്ക്കുന്നത് നമ്മുടെ ഡെമോഗ്രഫിക് സൈക്കിളിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ബർത്ത് റേറ്റും ഡെത്ത് റേറ്റിനെയാണ്. ഓക്കെ. ആദ്യം നിങ്ങൾ അത് ഓർക്കുക. ബർത്ത് റേറ്റിനെയും ഡെത്ത് റേറ്റിനെയും ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ പോപ്പുലേഷൻ ഇരിക്കുന്നത് അല്ലേ? അപ്പം ഡെമോഗ്രഫിക് സൈക്കിളിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും ആണ്. അപ്പൊ ഞാൻ മേളിൽ വരയ്ക്കുന്നത് ബർത്ത് റേറ്റും താഴെ വരയ്ക്കുന്നത് ഡെത്ത് റേറ്റും ആയിരിക്കും. ഓക്കെ. ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ പറഞ്ഞു. നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഏതാടാ? ഹൈ സ്റ്റേഷനറി. ഹൈ സ്റ്റേഷനറി എന്ന് പറയുന്നത് നമ്മുടെ ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും എന്ന് പറയുന്നത് ഒരേപോലെ ആയിരിക്കും, ഹൈ ആയിരിക്കും. ഓക്കെ. ബർത്ത് റേറ്റും ഹൈ ആണ്, ഡെത്ത് റേറ്റും ഹൈ ആണ്. എവിടെ? നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള ഹൈ സ്റ്റേഷനറിയിൽ. പക്ഷേ സെക്കൻഡ് സ്റ്റേജ് ആയപ്പോഴത്തേക്കും നമ്മുടെ ബർത്ത് റേറ്റ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ പോകുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് ചെറുതായിട്ടൊന്ന് ഡിക്ലൈൻ ആവാൻ തുടങ്ങും. എന്തുവാടാ? നമ്മുടെ ബർത്ത് റേറ്റ് അതേപോലെ തന്നെ പോവും, ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് കുറയാനായിട്ട് തുടങ്ങും. ഓക്കെ. നമ്മുടെ തേർഡ് സ്റ്റേജ് ഏതാടാ? ലേറ്റ് എക്സ്പാൻഡിങ്. ലേറ്റ് എക്സ്പാൻഡിങ് എന്ന് പറയുന്നത് ബർത്ത് റേറ്റും കുറയാനായിട്ട് തുടങ്ങും. ഓക്കെ. ബർത്ത് റേറ്റ് എന്തുവാടാ? കുറയാനായിട്ട് തുടങ്ങും. ഡെത്ത് റേറ്റും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ മുമ്പത്തെ അത്രയും കുറയുന്നില്ല. ഓക്കെ. അപ്പം നമ്മുടെ ബർത്ത് റേറ്റ് കുറയാനായിട്ട് തുടങ്ങുന്നു, ഡെത്ത് റേറ്റും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓക്കെ. പക്ഷെ ഫോർത്ത് സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും ബർത്ത് റേറ്റ് പക്ഷെ മുമ്പത്തെ അത്രയും കുറയുന്നില്ല. ഓക്കെ. മുമ്പത്തെ അത്രയും കുറയുന്നില്ല, പക്ഷെ എന്നാലും കുറയുന്നുണ്ട്. ഡെത്ത് റേറ്റും കുറയുന്നുണ്ട്. ഓക്കെ. പക്ഷെ ഡിക്ലൈനിങ് എത്തിയപ്പോഴത്തേക്ക് ബർത്ത് റേറ്റ് നന്നായിട്ട് തന്നെ കുറയാനായിട്ട് തുടങ്ങും, ഡെത്ത് റേറ്റും കുറയാനായിട്ട് തുടങ്ങും. ഇതാണ് നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത്. നിങ്ങൾ പേപ്പറിൽ സൈഡിൽ എവിടെയെങ്കിലും വരച്ചിടുവാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് പേപ്പർ നന്നായിട്ട് പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഒരുപാട് മാർക്ക് നമുക്ക് വീഴാനായിട്ട് പറ്റും. ഓക്കെ. ഇതാണ് നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ. ഈ ഗ്രാഫ് ഫോളോ ചെയ്യാൻ പറ്റുന്നവർ
വരയ്ക്കാനായിട്ട് ശ്രമിക്കുക പേപ്പറിന്റെ സൈഡിൽ എവിടെയെങ്കിലും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ കണ്ടന്റിലോട്ട് പോവാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് ഏതായിരുന്നടാ? ഹൈ സ്റ്റേഷനറി അല്ലേ? ഫസ്റ്റ് സ്റ്റേജിനെ നമ്മൾ പറഞ്ഞു ഹൈ സ്റ്റേഷനറി. ഹൈ സ്റ്റേഷനറിയുടെ പ്രത്യേകത എന്തുവായിരുന്നു? ദി സ്റ്റേജ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ ഹൈ ബർത്ത് റേറ്റ് ആൻഡ് ഹൈ ഡെത്ത് റേറ്റ് വിച്ച് ക്യാൻസൽ ഈച്ച് അതർ. നമ്മൾ പറഞ്ഞു ബർത്ത് റേറ്റും ഹൈ ആണ്, ഡെത്ത് റേറ്റും ഹൈ ആണ്. എവിടെയാണ്? ഹൈ സ്റ്റേഷനറിയിൽ. ദി പോപ്പുലേഷൻ റിമൈൻ സ്റ്റേഷനറി. നമ്മൾ ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും സെയിം ആണ്. അപ്പൊ എങ്ങനെയാണ്? പോപ്പുലേഷൻ സ്റ്റേഷനറി ആയിട്ട് തന്നെ നിൽക്കും. ഇന്ത്യ വാസ് ഇൻ ദിസ് സ്റ്റേജ് ടിൽ 1920. നമ്മുടെ ഇന്ത്യ ഇപ്പോഴത്തെ സ്റ്റേജ് നമുക്ക് പറയാം 1920 വരെ ഏത് സ്റ്റേജിലായിരുന്നടാ? ഫിഫ്ത്ത് സ്റ്റേജ് ആയിട്ടുള്ള ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള ഹൈ സ്റ്റേഷനറിയിലായിരുന്നു നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് സെക്കൻഡ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് എന്തുവായിരുന്നു? എയർലി എക്സ്പാൻഡിങ് അല്ലേ? അവിടെ എന്തുവായിരുന്നു? ദി ഡെത്ത് റേറ്റ് ബിഗിൻസ് ടു ഡിക്ലൈൻ വൈൽ ദി ബർത്ത് റേറ്റ് റിമെയിൻസ് അൺചേഞ്ച്. നമ്മുടെ ബർത്ത് റേറ്റ് സെയിം ആയിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് പറഞ്ഞ കണക്ക് തന്നെ സെയിം ആയിട്ട് പോകുന്നുണ്ട്. പക്ഷെ ഡെത്ത് റേറ്റ് എന്ത് പറ്റി? ചെറുതായിട്ടൊന്ന് ഡിക്ലൈൻ ആവാനായിട്ട് തുടങ്ങി. ഓക്കെ, മെനി കൺട്രീസ് ഇൻ സൗത്ത് ഏഷ്യ ആൻഡ് ആഫ്രിക്ക ആർ ഇൻ ദിസ് ഫേസ്. നമ്മുടെ സൗത്ത് ഏഷ്യയും ആഫ്രിക്കയും ഈ ഫേസിലൂടെയാണ് കടന്നു പോകുന്നത്. ഏത് ഫേസ്? സെക്കൻഡ് ഫേസ്. ഓക്കെ, ദി ബർത്ത് റേറ്റ് ഹാസ് ഇൻക്രീസ്ഡ് ഇൻ സം ഓഫ് ദീസ് കൺട്രീസ് പോസിബിലിറ്റി ആസ് എ റിസൾട്ട് ഓഫ് ഇംപ്രൂവ്ഡ് ഹെൽത്ത് കണ്ടീഷൻ ആൻഡ് ഷോർട്ടനിങ് പീരിയഡ് ഓഫ് ബ്രസ്റ്റ് ഫീഡിങ്. എങ്ങനെയാണ് ഇവിടുത്തെ ബർത്ത് റേറ്റ് കൂടിയത്? അവിടുത്തെ ഹെൽത്ത് കണ്ടീഷൻസ് ഇംപ്രൂവ് ആയി അല്ലേ? ഹെൽത്ത് കണ്ടീഷൻ കൂടുമ്പോഴത്തേക്ക് എന്തുവാടാ? ബർത്ത് റേറ്റും കൂടും അല്ലേ? ആൻഡ് ഷോർട്ടനിങ് പീരിയഡ് ഓഫ് ബ്രസ്റ്റ് ഫീഡിങ്. ഇവിടെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, എങ്ങനെയാണ് ബ്രസ്റ്റ് ഫീഡിങ് കുറയ്ക്കുമ്പോഴത്തേക്കും അവിടുത്തെ ബർത്ത് റേറ്റ് കൂടുന്നത്? എങ്ങനെയാണ്? ബ്രസ്റ്റ് ഫീഡിങ് നമ്മൾ പഠിച്ചിട്ടില്ലേ, ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ്. അപ്പൊ എന്തുവാണ്? കൺസീവ് ചെയ്യാനുള്ള ചാൻസ് എന്തുവാണ്? കൂടും. നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് കുറയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ പ്രഗ്നൻസിയുടെ ചാൻസ് കൂടുകയാണ് അല്ലേ? അങ്ങനെ ബർത്ത് റേറ്റും കൂടും. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത തേർഡ് സ്റ്റേജ് നമ്മൾ പറഞ്ഞു. തേർഡ് സ്റ്റേജ് ഏതാടാ? ലേറ്റ് എക്സ്പാൻഡിങ്. അവിടെ എന്തുവാ പ്രത്യേകത? ദ ഡെത്ത് റേറ്റ് ഡിക്ലൈൻ സ്റ്റിൽ ഫർദർ ആൻഡ് ദി ബർത്ത് റേറ്റ് ടൈംസ് ടു ഫോൾ. അവിടെ എന്തുവായിരുന്നു പ്രത്യേകത? ബർത്ത് റേറ്റും കുറയാൻ തുടങ്ങി, ഡെത്ത് റേറ്റും കുറയാനായിട്ട് തുടങ്ങി അല്ലേ? ദ ഡെത്ത് റേറ്റ് ഡിക്ലൈൻസ് ടു സ്റ്റിൽ ഫർദർ ആൻഡ് ബർത്ത് റേറ്റ് ടൈംസ് ടു ഫോൾ. ദി പോപ്പുലേഷൻ കണ്ടിന്യൂസ് ടു ഗ്രോ ബിക്കോസ് ബർത്ത് എക്സീഡ്സ് ഡെത്ത്. ഇന്ത്യ ഹാസ് എൻറ്റേർഡ് ദിസ് ഫേസ്. നമ്മുടെ ഇന്ത്യ ഇരിക്കുന്നത് ഏത് ഫേസിലാടാ? തേർഡ് ഫേസിലാണല്ലേ? ബർത്ത് റേറ്റും കുറയുന്നുണ്ട്, ഡെത്ത് റേറ്റും കുറയുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അടുത്തത് ഫോർത്ത് സ്റ്റേജ്. ഫോർത്ത് സ്റ്റേജ് എന്തുവാടാ? ലോ സ്റ്റേഷനറി അല്ലേ? ദി സ്റ്റേജ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ ലോ ബർത്ത് ആൻഡ് ലോ ഡെത്ത് റേറ്റ് വിത്ത് ദി റിസൾട്ട് ദാറ്റ് ദി പോപ്പുലേഷൻ ബിക്കം സ്റ്റേഷനറി. നമ്മൾ ഇതേ കണക്ക് സ്റ്റേഷനറി ആയിട്ട് നമ്മളൊരു സ്റ്റേജ് പറഞ്ഞു. ഏതായിരുന്നു? ഫസ്റ്റ് സ്റ്റേജ് അല്ലേ? എന്തായിരുന്നു ഫസ്റ്റ് സ്റ്റേജിന്റെ പേര് അല്ലേ? അവിടെ എന്തുവായിരുന്നു? അവിടെയും സ്റ്റേഷനറി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അവിടെ? ഹൈ ഹൈ ബർത്തും ആയിരുന്നു, ഹൈ ഡെത്തും ആയിരുന്നു. ഇവിടെ എന്ത് പറ്റി? ലോ ബർത്തും ലോ ഡെത്തും ആണ്. ഓക്കെ, അപ്പം പോപ്പുലേഷൻ സ്റ്റേഷനറി ആയി. സീറോ പോപ്പുലേഷൻ ഗ്രോത്ത് ഹാസ് ഓൾറെഡി ബീൻ റെക്കോർഡഡ് ഇൻ ഓസ്ട്രിയ ഡ്യൂറിങ് 1918 to 1985. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് സ്റ്റേജ് എന്തുവായിരുന്നടാ? ഡിക്ലൈനിങ് അല്ലേ? ദി പോപ്പുലേഷൻ ബിഗിൻസ് ടു ഡിക്ലൈൻ ബിക്കോസ് ബർത്ത് റേറ്റ് ഈസ് ലോവർ ദാൻ ദി ഡെത്ത് റേറ്റ്. എന്തോ പറയുന്നത്? ബർത്ത് റേറ്റ് ഡെത്ത് റേറ്റിനെ കാട്ടിയും ലോവർ ആവാനായിട്ട് തുടങ്ങി. ഓക്കെ, സം ഈസ്റ്റ് യൂറോപ്യൻ കൺട്രീസ് നോട്ടബിളി ജർമ്മനി ആൻഡ് ഹംഗറി ആർ എക്സ്പീരിയൻസിങ് ഇൻ ദിസ് ഫേസ്. ജർമ്മനി, ഹംഗറി ഏത് ഫേസിലാണ് ഉള്ളത്? ഫിഫ്ത്ത് സ്റ്റേജിലാണ് ഉള്ളത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡെമോഗ്രഫിക് സൈക്കിൾ എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ എന്തോ പറഞ്ഞു? നമ്മുടെ ഡെമോഗ്രഫി എന്തുവാന്ന് പറഞ്ഞു. എന്തുവാണ് ഡെമോഗ്രഫി എന്ന് പറയുന്നത്? ഡെമോഗ്രഫി ഈസ് ദി സയന്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ. ഇത് ഈ 3 ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ചേഞ്ചസ് ഇൻ പോപ്പുലേഷൻ സൈസ്, കോമ്പോസിഷൻ ഓഫ് പോപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ ഇൻ സ്പേസ്. ഓക്കെ, പിന്നെ നമ്മൾ ഏതൊക്കെ സ്റ്റേജാന്ന് പറഞ്ഞു. ഓക്കെ, ഏതൊക്കെ സ്റ്റേജ്? ഈ സ്റ്റേജും അതിന്റെ വേറെ പേരും എഴുതുന്നത് നിങ്ങളുടെ പേജിന്റെ എണ്ണം കൂട്ടാനായിട്ട് സഹായിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ ഇത് ഓരോന്നായിട്ട് എടുത്തെഴുതുക. എന്നിട്ട് വേണം നിങ്ങൾ കണ്ടന്റിലോട്ട് പോകാനായിട്ട്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ് എന്താടാ? ഹൈ സ്റ്റേഷനറി. സെക്കൻഡ് സ്റ്റേജ് എയർലി എക്സ്പാൻഡിങ്. തേർഡ് സ്റ്റേജ് ലേറ്റ് എക്സ്പാൻഡിങ്. ഫോർത്ത് സ്റ്റേജ് ലോ സ്റ്റേഷനറി. ഫിഫ്ത്ത് സ്റ്റേജ് ഡിക്ലൈനിങ്. അങ്ങനെ ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡെമോഗ്രഫിക് സൈക്കിൾ. എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ്.